നമ്മൾ പാകിസ്ഥാനെ കീഴടക്കിയ വിജയ് ദിവസാണ് ഇന്ന്. ഇത് പാകിസ്ഥാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാരണം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അസീം മുനീറിന് വളരെയധികം കൊള്ളുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇനി വളരെ ജാഗ്രതയോടുകൂടി തന്നെയല്ലേ രാജ്യം നിൽക്കുന്നത്? അത് ഒരു വശമാണ്. രണ്ടാമത്തെ വശം ഭസ്മാസുരന് വരം കൊടുത്ത ഒരവസ്ഥയിലും കൂടെയാണ് ഇന്ത്യ ഈ നമ്മുടെ വിജയ ദിവസത്തിൽ നിൽക്കുന്നത്. കാര്യം ബംഗ്ലാദേശിന് നമ്മുടെ സൈനികരുടെ രക്തം കൊടുത്തുണ്ടാക്കിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവർ വീണ്ടും നമ്മളെ സൈനികർക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഒരവസ്ഥയാണ് നിൽക്കുന്നത്. മാത്രമല്ല അസീം മുനീറും ബംഗ്ലാദേശും ഇപ്പോൾ വലിയ സുഹൃത്തുക്കളും കൂടെയാണ്. അപ്പോൾ നമ്മൾ വിജയ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ചെയ്ത ഒരു കാര്യം ശരിയായിരുന്നു. കാര്യം അന്ന് നമുക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. കാര്യം ലക്ഷക്കണക്കിന് 10 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് വളരെ മുമ്പേ തുടങ്ങി. സാമനാക്ഷയൊക്കെ ചേർന്നിട്ട് ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഓഗസ്റ്റിൽ തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നതായിരുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വളരെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ്, ഈ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ യുദ്ധത്തിൻ്റെ വിജയശില്പി എന്ന് പറയുന്നത് പലരും സാമനാക്ഷയെ പറയുന്നുണ്ടെങ്കിലും ജെഫർ ജേക്കബ് എന്ന് പറയുന്ന ഇന്ത്യൻ ജനറൽ, അദ്ദേഹം ഇന്ത്യക്കാരനല്ലായിരുന്നു. അദ്ദേഹം ജൂതനാണ്, ഇറാഖുകാരനാണ്. ഇറാഖിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്ത ജൂതനാണ് ജെഫർ ജേക്കബ്. അദ്ദേഹമാണ് ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയശില്പി. ഇതിൻ്റെ ഓപ്പറേഷണൽ കംപ്ലീറ്റ് കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലച്ചോറാണ് അത്. അപ്പോൾ ഈ യുദ്ധത്തിന് പുറകിലും ഒരു ജൂതൻ്റെ തലയുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കിടയിലും എല്ലാ നേട്ടങ്ങൾക്ക് പുറകിൽ ഒരു ജൂതൻ്റെ തലയുണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുടെ 71 വാറിൻ്റെ പിന്നിലും ഒരു ജൂതൻ്റെ തലയും ജൂതൻ്റെ രക്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജെഫർ ജേക്കബിനെയും കൂടെ നമ്മൾ സ്മരിക്കേണ്ട ഒരു ദിവസമാണ്. പിന്നീട് അദ്ദേഹം ഗവർണറായി, ഇന്ത്യയിൽ BJPയുടെ റജീമിനകത്ത് പുള്ളിക്കാർ ഇന്ത്യയിൽ ഗവർണറൊക്കെ ആയി. പക്ഷെ അദ്ദേഹം ഒരു ജൂതനായിരുന്നു എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. അല്ല, അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഇതിനകത്ത് ഈ അസീം മുനീർ ഇനിയും നമുക്കറിയാം അമേരിക്കയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കൊക്കെ പോയത്. അപ്പോൾ നമ്മൾ അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, ജാഗ്രത കുറച്ചുകൂടി. ഇപ്പം ലോക വേൾഡ് പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ റഷ്യ അല്ലാതെ ഇന്ത്യക്ക് സ്ഥിരമായിട്ടൊരു സുഹൃത്തില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും നേപ്പാൾ ആയാലും ശ്രീലങ്ക ആയാലും നമുക്ക് ചുറ്റുമുള്ള എല്ലാ പേരും നമുക്കെതിരെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ സൈന്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സ്ഥിരമായിട്ടല്ല, നമുക്ക് മിത്രങ്ങളെ ഇല്ല, എല്ലാവരെയും നമ്മൾ ശത്രുക്കളായിട്ട് കാണേണ്ട ഒരവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അയൽവക്കത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭൂട്ടാൻ മാത്രമാണ് നമ്മളുമായിട്ട് നിൽക്കുന്ന ഒരു സൗഹൃദ രാജ്യം എന്ന് പറയുന്നത്. നമുക്ക് ഭൂട്ടാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരു ആംഗിളിൽ അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതാണിപ്പോൾ സാർക്കൊന്നും ഇപ്പം ഓപ്പറേഷനിൽ അല്ലാത്തൊരു കാര്യം ഇതാണ്. സാർക്കിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് എതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ ഒരു സമയത്ത് ഇന്ത്യയുമായിട്ട് ഏറ്റവും ശത്രുത വെച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ന് ഇന്ത്യയുമായിട്ട് അടുത്ത് വരുന്നുണ്ട്. അപ്പം പൊളിറ്റിക്സിൽ എന്ന് പറഞ്ഞ പോലെ വേൾഡ് പൊളിറ്റിക്സിനകത്തും സ്ഥിരമായിട്ടുള്ള ശത്രുക്കളും മിത്രങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരം നമുക്ക് ഏറ്റവും വേദനയുടെ ഒരു വർഷമാണ്. നമ്മൾ വിജയ ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ത്രെട്ട്, അതായത് ഇപ്പം പാകിസ്ഥാനിൽ നമ്മൾ പാകിസ്ഥാനെ മാത്രം നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു. വെസ്റ്റേൺ ബോർഡറിൽ ഇവിടെ നമ്മൾ പാകിസ്ഥാനെയും പേടിക്കണം, ചൈനയും പേടിക്കണം, ബംഗ്ലാദേശിനെയും പേടിക്കണം എന്നുള്ളൊരവസ്ഥയിലാണ്. ട്രംപിൻ്റെ വിരട്ടുമുണ്ട്. ട്രംപിനെ അല്ല, ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തുർക്കിയെ പേടിക്കണം. തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഈ ഒരു 4 പേരും കൂടെ ചേർന്നൊരു ആംഗിളിലാണ്. പിന്നെ ചൈനയുമായിട്ട് നമ്മളൊരു അടുപ്പം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബംഗ്ലാദേശ് ഇപ്പം ബംഗ്ലാദേശിൽ ഉപയോഗിക്കാതെ കിടന്ന എയർബേസുകളെല്ലാം ചൈനയാണ് ഇടപെട്ടിട്ട് ആ എയർബേസുകളെല്ലാം റിനോവേറ്റ് ചെയ്യുന്നത്. അവർ ധാരാളമായിട്ട് വിൽപ്പനയും സൈനിക സഹായവും എല്ലാം നമ്മൾ ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഈ കഴിഞ്ഞ ദുബായ് എയർ ഷോയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിന് കൊടുക്കുന്ന വിമാനങ്ങൾ ചൈനീസ് വിമാനങ്ങളാണ്. ചൈന നേരിട്ട് ബംഗ്ലാദേശിന് കൊടുക്കുന്നതിന് പകരം ചൈന അത് പാകിസ്ഥാന് കൊടുക്കുന്നു, പാകിസ്ഥാൻ ബംഗ്ലാദേശിന് കൊടുക്കുന്നു. ചുരുക്കത്തിൽ ഇതെല്ലാം നമ്മുടെ ശത്രുക്കളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ശക്തിപ്പെടുന്തോറും നമ്മൾ ഒറ്റപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്
ഒരവസ്ഥ. ഈ വിജയ് ദിവസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ ജാഗ്രതയാണ് ഇനിയും വേണ്ടത്. ഇനിയും വേണ്ടത്. ഡൽഹിയിൽ നടന്ന ബോംബ് അല്ല 71 വാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിൽ അധികം ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു, അധികം വിമാനങ്ങളില്ലായിരുന്നു. നമ്മളൊരു വാറിന് നമ്മളിൽ സജ്ജീകരണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു യുദ്ധമായിരുന്നു 71 വാർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ 71 വാറിൽ കൂടുതലും റോൾ ഉണ്ടായിരുന്നത് നേവിക്കും ആർമിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ റോൾ ഉണ്ടായിരുന്നത്. എയർഫോഴ്സിന് റോഡേ ഇല്ലാത്തൊരു സമയമായിരുന്നു 71-ൽ. അന്ന് നമ്മളിൽ ആകപ്പാട് MiG-21 മാത്രമേ ഉള്ളൂ, നല്ല വിമാനങ്ങൾ എന്ന് പറയും. ബാക്കി ഹോക്കും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിമാനങ്ങളേ ഉള്ളൂ. നമ്മൾ നല്ലൊരു ഫൈറ്റർ പോലും ഇല്ലാതെ ചെയ്ത ഒരു യുദ്ധമായിരുന്നു 71-ലെ വാർ. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ എയർ പവർ നമ്മളുണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ ഈ പ്രത്യേകിച്ചും എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത് തന്നെ 75-ലാണ്. 71-ലെ യുദ്ധം തോറ്റപ്പോഴത്തെ യഥാർത്ഥത്തിൽ നമ്മളത് തോറ്റ യുദ്ധമാണ്. കാര്യം നമുക്ക് ഒരുപാട് തിരിച്ചടികളുണ്ടായിരുന്നു. നമ്മൾ വിജയ് ദിവസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് തിരിച്ചടികളുണ്ടായ വർഷങ്ങളാണ്. കാര്യം നമ്മുടെ ജോധ്പൂർ പിന്നെ എയർബേസിനകത്തുള്ള റൺവേ തകർത്തു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായ ഒരു സമയമാണ്. എങ്കിൽ പോലും നമ്മൾ യുദ്ധം അൾട്ടിമേറ്റായിട്ട് വിജയിച്ചു. അത് ഈ പറഞ്ഞ പോലെ JFR ജേക്കബിൻ്റെ തന്ത്രങ്ങളായിരുന്നു അവിടെ വിജയിച്ചത്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മസിൽ പവർ അല്ലായിരുന്നു വിജയിച്ചത്, നമ്മുടെ മൈൻഡ് പവറാണ് അവിടെയും വിജയിച്ചത്. ഇപ്പം സിന്ദൂറിലും നമ്മൾ ജയിച്ചത് അതുപോലെ തന്നെയാണ്. നമ്മൾ തന്ത്രങ്ങളിൽ കൂടെയാണ് നമ്മൾ കൂടുതലും ജയിച്ചത്. യുദ്ധോപകരണങ്ങളെക്കാളും നമ്മൾ കൂടുതലും ജയിച്ചത് തന്ത്രങ്ങളിൽ കൂടെയാണ് ജയിച്ചത്. ഇപ്പോൾ 71 വാറിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ജനറൽ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ നമ്മൾ ഒരു യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും തന്ത്രങ്ങളും അല്ല അടുത്ത യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്. അത് ഓരോ തവണയും മാറിക്കൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. കാര്യം കഴിഞ്ഞ യുദ്ധത്തിലുള്ള തന്ത്രങ്ങളും ഉപകരണങ്ങളും എതിരാളികൾക്ക് നല്ലവണ്ണം അറിയാം. അപ്പം നമ്മൾ അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ പുതിയ എക്യുപ്മെൻറ്റ്സ് വേണം, പുതിയ തന്ത്രങ്ങൾ വേണം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ 3 സൈഡിൽ നിന്നും ഒരുമിച്ച്, 4 സൈഡിൽ നിന്നും ഒരുമിച്ച് ആക്രമണം വന്നാൽ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് നടക്കുന്നത്. കഴിഞ്ഞ യുദ്ധങ്ങളിൽ നിന്ന് മാറി 2026-ലെ പ്രത്യേകത എന്ന് വെച്ചുമ്പോഴത്തേക്ക് ഇതെല്ലാം ജോയിൻറ്റ് കമാൻഡായിട്ട് വരെയാണ്, തിയേറ്റർ കമാൻഡായിട്ട് വരെയാണ്. ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ചാലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ 3 ഭാഗത്തു നിന്ന് ഒരേ സമയം നമുക്ക് ഒരു ഭീഷണി ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ബംഗ്ലാദേശിൻ്റെ സൈഡിൽ നിന്നാണ് ഇപ്പം നമ്മൾ പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസും ഈ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളെല്ലാം അവരുടെ പ്രവർത്തനം ബംഗ്ലാദേശിലോട്ട് മാറ്റി. ബർമ നമ്മുടെ സൗഹൃദ രാജ്യമല്ല. ബർമയുടെ ബോർഡറിൽ നിന്നാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചൈന മറ്റൊരു സൈഡിൽ നിന്ന് പിടിമുറുക്കുകയാണ്. ഇവർ 3 പേരും ചേർന്നുള്ള സഹകരണം നമ്മൾ കാണാതെ പോകരുത്. നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ ഉപകരണങ്ങളും ന്യൂക്ലിയർ സാധനങ്ങളും അവർ പാകിസ്ഥാന് കൊടുക്കുന്നു, പാകിസ്ഥാൻ അത് ബംഗ്ലാദേശുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ളത്, ഇന്ത്യയുമായിട്ടുള്ള ശത്രുതയാണ് ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ളത്. അത് നമ്മൾ കാണാതെ പോകരുത്. അതേസമയം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി ശ്രീലങ്ക, മാലി തുടങ്ങിയ സ്ഥലങ്ങളെപ്പോലും ചൈന അവരുടെ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 4 സൈഡിലും നമ്മൾ ശത്രുക്കളാൽ പൊതിയപ്പെട്ട ഒരു രീതിയാണ് ഇന്ത്യയുടെ പ്രതിരോധത്തിനുള്ളത്. റഷ്യ നമുക്കൊരു ബലമാണ്, പക്ഷേ റഷ്യ നമ്മുടെ ബലമാണ്. പക്ഷേ റഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ കാരണം നമുക്ക് അതൊരു ത്രട്ട് തന്നെയാണ്. കാര്യം നമുക്ക് തന്ന സുഖോയ് വിമാനങ്ങൾ അവർ ചൈനയ്ക്കും കൊടുത്തിട്ടുണ്ട്, നമുക്ക് തന്ന S-400 ചൈനയ്ക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമാണ്. അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ അവർ തമ്മിലൊരു അന്തർധാര വേറെ ഉണ്ട്. റഷ്യ ഇന്ത്യയോട് സഹകരിക്കുമ്പോഴത്തേക്ക് പോലും അവർ ഒരേ സമയം ചൈനയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. പാകിസ്ഥാനും ഒരേ സമയത്ത് റഷ്യയായിട്ടും ചൈനയായിട്ടും അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അവിടെയും ഇന്ത്യ വിരുദ്ധതയാണ് അവിടെയും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ഡിഫൻസിന് വളരെ മോശപ്പെട്ട ഒരു സമയങ്ങളാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. നമ്മളെപ്പോഴും ഇന്ത്യൻ ഡിഫൻസ് എപ്പോഴും ഏറ്റവും മോശപ്പെട്ട സമയങ്ങൾ തന്നെയാണ് എപ്പോഴും സ്വപ്നം കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അവർ നടത്തുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നാണ് അവർ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, യഥാർത്ഥത്തിൽ 71 വാർ ഇന്ത്യയാണ് ആക്രമിക്കുന്നത്. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. നമ്മളെല്ലാം ആദ്യം അറ്റാക്ക് ചെയ്തത്. നമ്മളെ അവർ ആക്രമിച്ചപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ എന്ന് പറയുന്നത്. ഒരു യുദ്ധം ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ പാകിസ്ഥാനുമായിട്ട് രണ്ടാമത്തെ യുദ്ധം. ബാക്കി ഇതൊക്കെ ചെറിയ ഓപ്പറേഷൻസാണ്, മൈനർ ഓപ്പറേഷൻസാണ്. ഇത്
മേജറായിട്ടുള്ള യുദ്ധം നമ്മൾ ജയിച്ച ഒരു ദിവസമാണ്. ആ രീതിയിൽ നമ്മൾ അതിനെ ആഘോഷിക്കുന്നുണ്ട്. ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അവർ ഓപ്പറേഷൻ ട്രിഡൻ്റ് എന്നുള്ള രീതിയിൽ 4 പാകിസ്ഥാൻ കപ്പലുകളെ മുക്കിയ ദിവസമാണ്. അതുകൊണ്ട് നേവി ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഇവർ കീഴടങ്ങി കരാർ ഒപ്പുവെച്ച 16-ാം തീയതി നമ്മൾ വിജയ ദിവസമായിട്ട് ആഘോഷിക്കുന്നു. അന്നാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം പിറക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.